ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. നമ്മുടെ ഓണത്തിനും വിഷുവിനും കല്യാണ സദ്യകളിലൊക്കെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കറി തന്നെയാണ് പൈനാപ്പിൾ പച്ചടി. ഒരുപാട് ഒരുക്കങ്ങളൊന്നും വേണ്ട ഇത് തയ്യാറാക്കിയെടുക്കണമെങ്കിൽ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ നല്ല പഴുത്ത പൈനാപ്പിൾ നോക്കിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ചെറുതാക്കി അരിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ ഇത് ഒരു 2 കപ്പ് 3 കപ്പോളം പൈനാപ്പിൾ ഉണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ആ പൈനാപ്പിളിനോട് ചേർന്ന നിലയിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇപ്പോൾ കുക്കറിലാണ് ഞാൻ ചെയ്യുന്നത്. കുക്കറിൽ ഒരു 3 വിസിൽ വരുന്ന വരെ വേവിക്കാം. വിസിൽ വന്നതിന് ശേഷം എയർ തനിയെ പോകുന്ന വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. അതിനുള്ളിൽ നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 2 പച്ചമുളക്, ആവശ്യത്തിന് വെള്ളം, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിനുള്ള വെള്ളവും നന്നായിട്ട് പൈനാപ്പിൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഈ അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിക്കണം. നന്നായി തിളപ്പിച്ച് കുറച്ചും കൂടി കറി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിലിപ്പോൾ അധികം വെള്ളമൊന്നുമില്ല, ആവശ്യത്തിന് വെള്ളം തന്നെയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിത് തിളപ്പിച്ച് വറ്റിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് പുളിയുള്ള തൈര് ഇതിലേക്ക് ഒഴിക്കുക. ഒരു 1/4 കപ്പ് തൈര് മതിയാകും. അപ്പോൾ പുളി നോക്കിയിട്ട് വേണം. നല്ല പുളിയുള്ളതാണെങ്കിൽ 1/4 കപ്പൊന്നും വേണ്ട. പുളി ഒരു പാകത്തിനേ പാടുള്ളൂ, കൂടുതലൊന്നും നിൽക്കരുത്. അപ്പോൾ ഇനി പഴുത്ത പൈനാപ്പിൾ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഈ തൈര് ഒഴിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. അതിനുശേഷം തീ ഓഫാക്കാം. എന്നിട്ട് നമുക്ക് താളിക്കാൻ വെക്കാം. കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് നമുക്കിത് കറി താളിക്കാം. അപ്പോൾ തൈര് ഒഴിച്ച് അധികം തിളക്കരുത്. തിള വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫാക്കണം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി തയ്യാറായിട്ടുണ്ട്. ഇനി കിച്ചടി ഇതേപോലെ തന്നെയാണ്. നമ്മൾ അരപ്പിൽ കടുക് ചേർക്കേണ്ടെന്നുള്ളൂ. കിച്ചടി ഇതേപോലെ തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.